എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് സൺഡേ. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒന്നിച്ചു കൂടാൻ കിട്ടുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ കഷ്ടിച്ച് കൂടുതൽ മെമ്പേഴ്സ് ഒരു വീട്ടിൽ കാണാൻ സാധ്യതയില്ല. കഷ്ടിച്ച് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുട്ടികൾ, അച്ഛൻ, അമ്മ, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഇന്ന് നമ്മൾ ജനറലായിട്ട് കണ്ടുവരുന്നത്. മുൻകാലങ്ങളിലൊന്നും ഒത്തിരി മെമ്പേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊരു പ്രധാന കാരണം ഇന്നത്തെ നമ്മുടെ സാഹചര്യം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സിറ്റുവേഷനെക്കുറിച്ച് വളരെ അധികം നമുക്ക് അറിയാവുന്നതാണ്. എൻ്റെ ഒരു കൊച്ചുമോൻ ഈ ഒരു 2-3 ദിവസം മുമ്പിൽ എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യം, അപ്പൂപ്പ, ഈ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമയുണ്ടല്ലോ, അത് ഭയങ്കര ഭീകരമാണ്. ദിസ് ബോയ് സ്റ്റഡിങ് ഓൺലി 5th സ്റ്റാൻഡേർഡ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോനാണ്. അവനാണ് ഈ പറയുന്നത്. അതിൽ ഭയങ്കര വയലൻസാണ്, വെരി ബാഡ് ഫിലിം. അവൻ പറയുക അവൻ കണ്ടിട്ടില്ല, ബട്ട് എന്തോ വല്ല ഇതിലെങ്കിലും അവൻ്റെ ആ ഒരു മൈൻഡിൽ വന്ന ഒരു കാര്യമാണ്. അതായത് സിനിമ കൊള്ളൂല. എ സ്മാൾ ബോയ് അവൻ തരുന്നൊരു ഹിൻഡിങ്ങാണ്. ഐ ഗോട്ട് ഷോക്ക്. എനിവേ, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള പ്രധാനമായും പേരൻസിനോട്, ദയവ് ചെയ്ത് പേരൻസ്, അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും, അച്ഛൻ ക്ലബിൽ സ്മാളടിക്കാൻ പോയിരുന്ന സമയം അവിടെ നിന്ന് സ്വറ പറഞ്ഞ് ടൈം കളയാൻ ശ്രമിക്കരുത്. അമ്മ സൊസൈറ്റി ലേഡിയായിട്ട് പുറത്ത് വല്ല ക്ലബിലോ കുക്കിംഗ് ക്ലാസ്സിലോ ഡോഗ് ഷോയിലോ ഒക്കെ പോയി അതിനും സമയം കളയരുത്. ഇതിൽ പറ്റുന്നത് കുട്ടികൾ തനിച്ച് വീട്ടിലാകും, അവർ ഫ്രീഡം ഉള്ളവരായിട്ട് മാറുന്നു. അത് ഒഴിവാക്കി നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒള്ളി ഒരു ദിവസം മാത്രം. അന്ന് അവരുമായിട്ട് ചേർന്നിരുന്ന് നിങ്ങളുടെ വീടിൻ്റെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. ഒരു വീട്ടിൽ വേലക്കാരില്ലാതെയാണെങ്കിൽ വീടിന് ഒത്തിരി ക്ലീനിങ് ചെയ്യേണ്ടി വരും, ഡ്രസ് വാഷിങ് കാണും, പാചകം ചെയ്യാൻ കാണും, ഒത്തിരി പണി കാണും. ഇതെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഏകോപിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റായിട്ട് പെട്ടെന്ന് പണികൾ തീർക്കാം. പാചകം ചെയ്ത് കഴിഞ്ഞാൽ ലഞ്ച് ഒന്നിച്ചിരുന്ന് എല്ലാവർക്കും ലഞ്ച് കഴിക്കാം. ഈവനിങ് സാധിച്ചാൽ, സാമ്പത്തികം അനുവദിച്ചാൽ, വാഹനമുണ്ടെങ്കിൽ കുട്ടികളുമായി ഒരു ഔട്ടിങ്ങിന് പോയി എന്തെങ്കിലും ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും നടത്തി വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും, ഒപ്പം കുട്ടികളും. ഇനി പ്രധാനമായി കുട്ടികളോട് ഇടപെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സർക്കിൾ എങ്ങനെയുള്ളവരാണ്, അതിനെപ്പറ്റി ചെറിയ രീതിയിൽ നിങ്ങൾ പേരൻസ് നോക്കണം. പ്രധാനമായി കൂടുതലും ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളാണ്. ഒരു 9th 10th പഠിക്കുന്ന കുട്ടികൾ, ദേ ആർ വെരി ക്ലവർ ഗേൾസ്. അതായത് ഇന്ന് 50 വയസ്സ് 60 വയസ്സ് അറിയുന്ന മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും അറിയുന്ന കാര്യങ്ങൾ അനായാസം ഈ കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. അവർക്ക് അതിനുള്ള വിവരമുണ്ട്. ഇതിന് ആദ്യമായി ചെയ്യാന്നുള്ളത്, ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഗെറ്റ് സക്സസ്. ചെയ്യേണ്ടത് കുട്ടികൾക്ക് കഴിയുന്നത് ഇൻഡിപെൻഡൻ്റായിട്ടൊരു മൊബൈൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അഫ്കോഴ്സ് അവർ വീട്ടിൽ വന്നാലാണോ മൊബൈൽ, അത് അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ കൊടുക്കുക, അവരത് ഉപയോഗിക്കട്ടെ. ഒരു പെട്ടെന്ന് അത്രയും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, മൊബൈൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ കഴിയുന്നതും ആ മൊബൈൽ പേരൻസിൻ്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ഇത് കുറച്ച് സേഫ്റ്റി ആയിരിക്കും. മറ്റൊന്ന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഈ പെൺകുട്ടികളുടെ ആയിരുന്നാൽ ആൺകുട്ടിയായിരുന്ന ബാഗുകൾ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് അച്ഛനും അമ്മയോ രഹസ്യമായി ഒന്ന് പരിശോധിക്കണം. അതിൽ വല്ല പൊടിയോ കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന്. കാരണം ഇപ്പോഴത്തെ ഈ മയക്കുമരുന്നിൻ്റെ കെയറാകുന്നത് കുട്ടികളാണ്, അവരെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് വളരെ രീതിയിൽ അത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 1% പോലും ഈ ലഹരി വേട്ടയിൽ പോലീസോ ഉദ്യോഗസ്ഥർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവരൊരു സൈഡിൽ നിന്നൊരു തുടക്കം കുറിച്ചേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് അതിഭയങ്കരമായ രീതിയിൽ അതിൻ്റെ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. കാരണം ഇത് സ്റ്റോക്ക് വയ്ക്കാനും ഇത് എതിർത്തവരെ ഏതെങ്കിലും ഇഷ്യൂടെ എതിർത്താൽ അവരെ ഉപദ്രവിക്കാനുള്ള ഇടിമുറികളും ഗവൺമെൻറ് തന്നെ കോളേജുകളിലും സ്കൂളിലും വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇടയ്ക്ക് തന്നെ കോളേജ് ഹോസ്റ്റലുകളും ഈ പരിസരങ്ങളുമാണ് ലഹരി മരുന്നിൻ്റെ വലിയൊരു കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുന്നത്.
സോ ഇത് നമ്മൾ മനസ്സിലാക്കാമെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ പുറത്തു വിടാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത് കുട്ടികളോട് പറയേണ്ടത്, ഒരിക്കലും സുഹൃത്തുക്കൾ കൊടുക്കുന്ന ഐസ്ക്രീമോ ചോക്ലേറ്റോ കഴിഞ്ഞ പരസ്പരം അതിനെ കഴിക്കാതിരിക്കുക. അത് വേണ്ടെന്ന് പറയുക. ഒരിക്കലും എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുക, അങ്ങനെ ഒന്ന് പിള്ളേരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ട്, എനിക്ക് ത്രോട്ടിന് അസുഖമാണ്, ഡോക്ടർ പറഞ്ഞത് കഴിക്കണം, അങ്ങനെ അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം. കാരണം കുട്ടികൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പേരൻസിൽ നിന്നായിരിക്കും. മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ മറ്റാരും മനസ്സിലാക്കില്ല. കാര്യം ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്കും കുട്ടികളെ ദേഷ്യപ്പെടാൻ പറ്റില്ല. കാര്യം അത് പിന്നെ വേറെ കേസാകും. കാരണം ഈ ക്രിമിനൽസുകൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇപ്പോൾ ഉള്ളത്. ഈ നേരെ അവർക്ക് നിയമം എഗൻസ്റ്റായിട്ടും വരുന്നു. ഇത് സംഭവിക്കുന്നതാണ്. 1 ഗ്രാം കഞ്ചാവ് വെച്ച് കഴിഞ്ഞാൽ അവന് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അവനത് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇത് അങ്ങനെ ആകാൻ പാടില്ല. കഞ്ചാവോ ലഹരിമരുന്ന് എത്ര ഗ്രാമോ എന്ത് തന്നെയായിരുന്നാലും അവന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവൻ അതിന്ന് പിന്മാറത്തുള്ളൂ. പക്ഷെ എങ്കിൽ തന്നെയും പബ്ലിക്കും ഗവൺമെൻറ്റും ചേർന്നെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇതിനെ തീർക്കാൻ പറ്റൂ. കാര്യം ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. കാര്യം അവനുമൊക്കെ ഈ ഡൂക്ലി പാർട്ടിയിൽ നിന്ന് കയറി വന്നവന്മാരാണ്. അവൻ മന്ത്രിപദത്തിൽ നിന്ന് അവൻ കയറി വന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടത്തുന്നത് സംഘടനകളാണ്, നേതാക്കന്മാരാണ്. ഇത് വളരെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പേരൻസിനോട് പറഞ്ഞു, കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസം പേരൻസും കുട്ടികളും ഒന്നിച്ച് കഴിയാൻ ശ്രമിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പേരൻസിന് ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ നാളത്തേക്ക് പ്രോഗ്രാം എന്താണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണ്, സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം കൂട്ടായിട്ടിരുന്ന് അത് കുട്ടികളുടെ കൂടെ കൂട്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ബെറ്റർ. അവരും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ്. വിഷമങ്ങളും നല്ലതും എല്ലാ കാര്യങ്ങളും അവരെ കൂടി ഉൾപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പലതും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളെ കഴിയുന്നതും എന്തെങ്കിലും കാര്യങ്ങൾ അവരെ സദാസമയം എൻഗേജ് ചെയ്യിപ്പിക്കുക. എപ്പോഴും ഈ ബാഗ് സ്കൂൾ പഠിത്തം അതല്ലാതെ കുറച്ച് ശ്രദ്ധ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളും ഇവരുടെ ശ്രദ്ധ നമ്മൾ വരുത്തേണ്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഒരു ഹൗസ് കീപ്പിംഗ്, ഒരു വീട് എങ്ങനെ ആയിരിക്കണം. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പം പിള്ളേർ സ്കൂളിലപ്പം 3 തലങ്ങളിൽ 3 ഡയറക്ഷനിൽ പോകുന്നത്. അവസാനം ഇവർ വന്ന് സമ്മേളിക്കുന്നത് സൺഡേ മാത്രമാണ്. ഈ സൺഡേ ദിവസങ്ങൾ മാത്രമേ ഇവർക്കെല്ലാം ഒന്നിച്ചിരുന്ന് അവരുടേതായ കാര്യങ്ങളും ഡെവലപ്മെൻറ്റ്സും ഒക്കെ സംസാരിക്കാൻ പറ്റൂ. ഒരിക്കലും വീടിനെ ഒരു സത്രമാക്കി കളയരുത്. ഇപ്പോൾ പല വീടുകളിലും കാണുന്നത് ഈ തന്തയും തള്ളയും വൈകുന്നേരം 6 മണി 7 സമയത്ത് പിള്ളേരും സ്കൂളിൽ വരുന്നു, രാവിലെ ഇവർ പുറത്തോട്ട് പോകണം. ഇവർ താമസിക്കുന്ന ഇവർ ആകെ സ്പെൻഡ് ചെയ്യുന്ന കിടക്കാനും ആഹാരം കഴിക്കാനുള്ള സമയം മാത്രമാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ലോഡ്ജ്, ഒരു സത്ര മോഡലാണ്. ഒരിക്കലും ഒരു വീടിനെ സത്രമാക്കി കാണരുത്. വീടെപ്പോഴും ഐശ്വര്യമായിരിക്കണം, നല്ല ക്ലീനായിരിക്കണം, കിച്ചൺ ഐശ്വര്യമായിരിക്കണം, ആര് വന്നാലും എപ്പോഴും വെടിപ്പായിരിക്കണം. അത് പേരൻസ് ജോലിയാണെങ്കിൽ കുട്ടികൾ വന്നാൽ അവരോടും പറയണം, മോനെ ഇതൊന്നും ചെയ്യണ്ട, അല്ലേ മോളെ ഇങ്ങനെ ഒന്ന് ചെയ്യണം, വൃത്തിയാക്കണം. അവർ ട്രെയിനിങ് കൊടുത്ത് പതുക്കെ വീടിനൊരു സ്വർഗമാക്കാൻ ശ്രമിക്കണം, മറിച്ച് വീടിനൊരു സത്രമാക്കരുത്. അതുപോലെ ഏറ്റവും പ്രധാനം പേരൻസ് ചിന്തിക്കേണ്ടത്, ഏതെങ്കിലും നിങ്ങളുടെ ഗസ്റ്റുകൾ വന്നാൽ ആ ഗസ്റ്റിനോടൊപ്പം കുട്ടികളിരുത്തി സംസാരിപ്പിക്കരുത്. 1. രണ്ടാമത്, അതിലും കൂടുതൽ പ്രധാനം ചെയ്യേണ്ടത്, ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ആരാന്ന് ഒന്നും അറിയില്ല, പരസ്പരം ഒരു കാരണവരുടെ ഫ്രണ്ടായിരിക്കും വരിക. അവരേതാണ് ഏത് പരിചയപ്പെട്ടതെന്നും അറിയില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് അവരെ നല്ല രീതിയിൽ അറിയുന്നവരാണെങ്കിൽ വൈഫിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. കഴിയുന്നതും എല്ലാവരുമായിട്ട് വൈഫിന് പരിചയം കൊടുത്ത് അവരുടെ ഡിസ്കഷൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിസ്കഷൻ ചെയ്യുന്നതും ശരിയാകില്ല. അത് നല്ല പ്രാക്ടീസ് അല്ല. ഇങ്ങനെ പല അനർത്ഥങ്ങളിലും ആൾക്കാർ പെടാറുണ്ട്. അവസാനം വീട്ടിലൊരു ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞു അവസാനം വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂം വരെ കടന്നെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് സ്ത്രീയായിരുന്നാലും പുരുഷനായാലും
ഫ്രണ്ട്സുകളായിട്ട് ഇടപെടുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് എന്താണ് അവരുടെ ഇൻറ്റൻഷൻ, അവർ വീട്ടിൽ വരേണ്ട ആവശ്യമുണ്ടോ, കയ്യിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇതുമൂലം പല അനർത്ഥങ്ങളുണ്ടാകും. നമുക്കറിയാമല്ലോ, ഈ പല പ്രശ്നങ്ങളുണ്ടാകും. എനിക്കത് ഇതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു വീടിനെ നമ്മുടെ അമ്പലമായോ നമ്മുടെ പള്ളിയായോ മാത്രമേ നമ്മൾ അത്രയും പരിശുദ്ധി ഉണ്ടാകണം. ശുദ്ധി ഉണ്ടാകണം. നമ്മുടെ ശുദ്ധി എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ മനസ്സും ക്ലിയറാകും. നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിൻ എല്ലാം ശരിയാകും. അവിടെ സമാധാനം ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാലും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് മാറിക്കോളും. ഈശ്വര വിശ്വാസം അവിടെ ഉണ്ടാകും. കാര്യം ഈ പറയാറുണ്ട്, ഇത് ഗാഡ് ലൈൻ ഈസ് ഇത് നെക്സ്റ്റ് ലൈഫ് ലൈൻ എന്ന് പറയും. അതായത് ഈശ്വര വാടിക്കാട് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ശുചിത്വം ഉണ്ടാകണം. ശുചിത്വം ഉണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനിലേക്ക് കടക്കാൻ പറ്റും, എത്തപ്പെടാൻ പറ്റും. സോ ഞാൻ തൊടാതെ പല സബ്ജക്റ്റിലുമായി ഞാൻ സംസാരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, പേരൻസും പിള്ളേരും എപ്പോഴും നല്ലൊരു ബന്ധം പുലർത്തുക. ഒരു സൺഡേ എന്നുള്ളത് പിള്ളേർക്ക് കുടുംബത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അത് ഒരു രീതിയിലും ഈ പിള്ളേരെ തനിച്ചാക്കി അമ്മയുടെ വഴിക്കും തന്തയുടെ വഴിക്കും പോകാൻ പാടില്ല. നിങ്ങളൊന്നായിരിക്കണം. ആ സൺഡേ ഇറ്റ് ഈസ് ഫാമിലി, പേരൻസിനും കുട്ടികൾക്ക്. കാരണം ആരെയും ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകാതെ ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വീക്കെൻഡ്, ഒരു ദിവസം ഉള്ളത് നിങ്ങളുടെ മക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കാണും. അവരുടെ സുഹൃത്തുക്കളായി പേരൻസിൻ്റെ സുഹൃത്തുക്കളായി മക്കളും മാറുക. അവിടെ നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. അവിടെ ഒരിക്കലും അനർത്ഥങ്ങൾ ഉണ്ടാവില്ല. ഒരിക്കൽ കൂടി പറയുന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ബാഗുകൾ എപ്പോഴും ഒന്ന് പരിശോധിക്കുക. പറ്റിയാൽ ആ ടീച്ചറുമായിട്ട്, അവരെ പഠിപ്പിക്കുന്ന ടീച്ചറുമായിട്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ വല്ലപ്പോഴെങ്കിലും ഒന്ന് നടത്തിയിരിക്കണം. അതിന് അമാന്തം വരുത്തരുത്. കാരണം ഇന്നത്തെ യുഗത്തിൽ നമുക്ക് ഒരുപാട് കുട്ടികൾ കഷ്ടിച്ച് 1-2 കുട്ടികളുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നോക്കാൻ ഒരുപക്ഷെ പേരൻസിന് ജോലിയുള്ളവർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സാധിക്കും. സാമ്പത്തികം എവിടെ കൂടുതലുണ്ടോ അവിടെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഈ ഞായറാഴ്ച നല്ലൊരു സൺഡേ ആയിട്ട് എല്ലാ പേരൻസും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.